ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബയോമേറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BSc കോംപ്ലിമെൻ്ററി ബോട്ടണിയുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻസും സിലബസ് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ഇനി ഞാൻ എന്തായാലും എടുക്കുന്നില്ല, മൈക്രോ ടെക്നിക്ക് എടുത്തു. ബാക്കി ചാപ്റ്റേഴ്സൊക്കെ എടുത്തതാണ്, എന്നാലും നമുക്ക് ഓവറോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് മൊഡ്യൂൾ 2-ലെ ആൻജിയോസ്പേം അനാട്ടമിയാണ്. അപ്പോൾ ആൻജിയോസ്പേം അനാട്ടമിയിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ആൻഡ് ആൾസോ ടിഷ്യൂ സിസ്റ്റം പഠിക്കാനുണ്ട്. ടിഷ്യൂസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നെന്ന് പറയുന്നത് മെരിസ്റ്റംസും പിന്നെ അതിൻ്റെ ഡെഫിനിഷൻസും, പിന്നെ നമുക്ക് കുറച്ച് തിയറീസ് പഠിക്കാനുണ്ട്. എപ്പിക്കൽ സെൽ തിയറി, ഹിസ്റ്റേജൻ തിയറി, ട്യൂണിക്ക കോർപ്പസ് തിയറി, ഓർഗനൈസേഷൻ ഓഫ് റൂട്ട് എപ്പെക്സ് ആൻഡ് ഡൈക്കോട്സ് ആൻഡ് മോണോക്കോട്ട്, ദാറ്റ് ഈസ് ദ കോപ്പർ കാപ്പെ തിയറി. പിന്നെ പെർമനൻറ്റ് ടിഷ്യൂസ് ഉണ്ട്. പെർമനൻറ്റ് ടിഷ്യൂസിൽ സിമ്പിൾ, കോംപ്ലെക്സ്, ദെൻ സെക്രീറ്ററി, 3 ടൈപ്പ് ടിഷ്യൂസും പഠിക്കണം. അപ്പം എന്താ നമുക്ക് ടിഷ്യൂസിനെ കുറിച്ചൊരു ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ ഫസ്റ്റ് എന്താണ് ഒരു ടിഷ്യൂ എന്നും, ഫസ്റ്റ് പ്രൈമറി ടിഷ്യൂ എന്താണ് അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണ്, പിന്നെ പെർമനൻറ്റ് ടിഷ്യൂ എന്താണെന്ന് എഴുതുക. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ ജസ്റ്റ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒന്ന് എഴുതുക. അതുപോലെ പെർമനൻറ്റ് ടിഷ്യൂസിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ, കോംപ്ലെക്സ് പെർമനൻറ്റ് ടിഷ്യൂ, ദെൻ സെക്രീറ്ററി ടിഷ്യൂസ് എഴുതുക. അപ്പോൾ അതാണ് ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ എഴുതാനുള്ളത്. പിന്നെ നമുക്ക് അങ്ങനെ ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും എസ്സേ ചിലപ്പോൾ ചോദിക്കും, അങ്ങനെയൊക്കെ അങ്ങനെ എഴുതുക. ഓക്കെ, പിന്നെ ടിഷ്യൂ സിസ്റ്റത്തിൽ നമുക്ക് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിൻ്റെ ഫുൾ എസ്സേ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എന്നിരുന്നാലും ഒന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ആൻജിയോസ്പേം അനാട്ടമിയിലെ നമുക്ക് ആ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടിഷ്യൂസ് ആണ്. അപ്പോൾ ടിഷ്യൂസിൻ്റെ ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള നോട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ടിഷ്യൂ, എന്താണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കുമ്പോൾ ഫസ്റ്റ് എന്താണ് ടിഷ്യൂ എന്ന് എഴുതുക. നമ്മൾ കുഞ്ഞിലെ പഠിക്കുന്നതാണ്. എ ടിഷ്യൂ ഇസ് ആൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് ഹാവ് എ കോമൺ ഒറിജിൻ, ദെൻ സിമിലർ സ്ട്രക്ചർ ആൻഡ് സെയിം ഫങ്ഷൻസ്. അത് പഠിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ആ ലൊക്കേഷൻസും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ലൊക്കേഷൻസും ഫങ്ഷൻസും ഒക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനൻറ്റ് ടിഷ്യൂ, സെക്രീറ്ററി ടിഷ്യൂ, ലാക്റ്റിഫറസ് ടിഷ്യൂ. അതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നത് പെർമനൻറ്റ് ടിഷ്യൂസ് ആണ്. പെർമനൻറ്റ് ടിഷ്യൂസിലാണ് കൂടുതൽ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. അതാണ് ഏറ്റവും ലാർജർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണെന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് ഈസ് ക്ലാസിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന് ഇതുപോലെ ടിഷ്യൂ എഴുതിയതുപോലെ എഴുതാം. പിന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ചോദിച്ചാൽ നമുക്ക് ടിഷ്യൂ എന്താണ് എന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് എഴുതാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, അതൊരു ഗ്രൂപ്പ് ഓഫ് ഇമ്മച്യൂർഡ് ആയിട്ടുള്ള അൺഡിഫറൻഷ്യേറ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ഡിവിഷൻ നടക്കുന്ന ഒരു ടിഷ്യൂസാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ഡിവിഷൻ സംഭവിക്കുന്ന ടിഷ്യൂ ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ആൻഡ് ആൾസോ പെർമനൻറ്റ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ നമ്മൾ ഫോർമേറ്റീവ് ടിഷ്യൂസ് എന്നും പറയപ്പെടുന്നു. ഇങ്ങനെ മാത്രം എഴുതിയേക്കുക. അതിനുശേഷം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് സെപ്പറേറ്റ് എടുത്ത് ചോദിച്ചാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു 4 മാർക്കിന് നമുക്ക് മെരിസ്റ്റം എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ 4 മാർക്കിന് എഴുതാനുള്ളതുണ്ട്. അപ്പോൾ ഈ ഒരു 7 പോയിന്റ് നമ്മൾ എഴുതുക. അതിൻ്റെ കൂടെ എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്നും എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സൈഡിൽ ഇതുപോലെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴേ നമുക്ക് അറിയാവുന്ന അത്രയും ഓർമ്മയിരിക്കുന്ന അത്രയും ഫിഗേഴ്സ് നമുക്ക് ഉൾപ്പെടുത്താം. ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ വരയ്ക്കുന്നത് അത്രയ്ക്ക് പാടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വരയ്ക്കുക. അതുപോലെ നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കുമ്പോഴും എന്ത് ചെയ്യുക, ആ പൊസിഷൻ ബേസ് ചെയ്തുകൊണ്ട് ആ ക്ലാസിഫിക്കേഷൻ്റെ സമയത്ത് ആ ഒരു LS വരയ്ക്കുക. നമ്മൾ ആക്സിസിൻ്റെ LS ടെസ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. മാക്സിമം എത്രത്തോളം നമ്മൾ ഫിഗർ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ പേപ്പർ വാല്യൂ ചെയ്യുന്ന ഒരാൾക്കാണ്, നമുക്ക് ചെറിയ ചെറിയ തിയറിയിൽ തെറ്റ് വന്നാൽ അതുവരെ മൈൻഡ് ചെയ്യത്തില്ല. നമ്മൾ പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് ഒരു ഇംപ്രഷനും കിട്ടും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ വലിയ ഇലാബറേറ്റ് ചെയ്ത് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇമ്മച്യൂർഡ് ആണ്, അൺഡിഫറൻഷ്യേറ്റഡ് ആണ്, തിൻ വാൾഡ് ആണ്, ഐസോ ഡയമട്രിക് ആണ്. പിന്നെന്താ, സെൽ വാൾ ഉണ്ട്. സെൽ വാൾ തിന്നും പ്രൈമറി ആയിട്ടുള്ള ഫോർമേഷനാണ്, സെല്ലുലോസ് കൊണ്ടാണ് ഫോം ചെയ്തേക്കുന്നത്. പിന്നെ സെല്ല് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഒന്നും സ്റ്റോർ ചെയ്യുന്നില്ല. ഡെൻസ് പ്രോട്ടോപ്ലാസം കൊണ്ട് അബൻഡൻ്റ് ആണ്. വാക്യൂൾസ് ചെറുതാണ്. പ്ലാസ്റ്റിഡ്സ് പ്രോട്ടോപ്ലാസ്റ്റിഡ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒക്കെ നല്ല രീതിയിൽ ആ ഫീച്ചേഴ്സ് എല്ലാം പഠിച്ചു വെച്ചേക്കാം. ഞാൻ നല്ല രീതിയിൽ ഇലാബറേറ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് എല്ലാ ചാപ്റ്ററും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഡിസ്കസ് ചെയ്യണം. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും നല്ലപോലെ പഠിക്കാം. അതിൽ ഞാൻ
ഇവിടെ തന്നെ നോട്ട് നിങ്ങൾക്ക് എന്നെ ഒരുപാട് പേർക്ക് ചോദിച്ചു, എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. കൂടെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ മെരിസ്റ്റംസ് ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ പൊസിഷൻസും ഒറിജിൻസും പ്ലെയിൻ ഓഫ് ഡിവിഷനും വെച്ചാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തേക്കുന്നത് പൊസിഷനാണ്. പൊസിഷൻ വെച്ച് മെരിസ്റ്റം ക്ലാസിഫൈ ചെയ്യുന്നത് എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. ഇനി അവിടെ ഒറിജിൻ വെച്ചാണെങ്കിൽ പ്രോ മെരിസ്റ്റം, പ്രൈമറി മെരിസ്റ്റം, സെക്കൻഡറി മെരിസ്റ്റം. പിന്നെ ലാസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷനും കൂടിയുണ്ട്. എന്താണ്? അവരുടെ പ്ലെയിൻ ഓഫ് ഡിവിഷൻ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അതാണ് റിബ് മെരിസ്റ്റം, പ്ലേറ്റ് മെരിസ്റ്റം, മാസ് മെരിസ്റ്റം. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് എപ്പിക്കൽ മെരിസ്റ്റം എന്നാണ്. അപ്പം എപ്പിക്കൽ മെരിസ്റ്റം എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രൈമറി ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ് ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ എലോങ്ങേഷൻ ഓഫ് ദ പ്ലാന്റ് ഓർഗൻസ് സച്ച് ആസ് റൂട്ട് ആൻഡ് ഷൂട്ട് ടിപ്പ്. പ്ലാന്റ് ഓർഗൻസിൻ്റെ എലോങ്ങേഷന് വേണ്ടിയുള്ള പ്രൈമറി ഗ്രോത്ത് ആണ് എപ്പിക്കൽ മെരിസ്റ്റം. ഇന്റർകലറി ആണെങ്കിൽ ഇന്റർനോഡൽ റീജിയൻസിലുള്ള എന്താണ്? ഇന്റർനോഡൽ റീജിയൻസിലുള്ള ഗ്രോത്ത് ആണ് ഇന്റർകലറി മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം ആണെങ്കിൽ റൂട്ട്സിൻ്റെയും സ്റ്റെംസിന് ലാറ്ററൽ സൈഡ്സ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിൻ്റെ ഗിർത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഉള്ള ഡിവിഷനാണ് ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഒറിജിൻ്റെ ബേസിലാണെങ്കിൽ പ്രോ മെരിസ്റ്റം, പ്രൈമറി മെരിസ്റ്റം, സെക്കൻഡറി മെരിസ്റ്റം ആണ്. പ്രോ മെരിസ്റ്റം എന്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, അതായത് എംബ്രിയോയുടെ സമയത്ത് ഉണ്ടാകുന്നതാണ് പ്രോ മെരിസ്റ്റം. അതുകൊണ്ട് തന്നെയാണ് അവർ എംബ്രിയോണിക് മെരിസ്റ്റം എന്ന് പറയുന്നത്. റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയൊക്കെ ടിപ്പിൽ ഗ്രോയിങ് പ്ലാന്റിൽ കാണപ്പെടുന്നതാണ് ഈ ഒരു പ്രോ മെരിസ്റ്റം. ഇനി പ്രൈമറി മെരിസ്റ്റം എന്തെന്ന് പറഞ്ഞാൽ പ്രോ മെരിസ്റ്റത്തിന് ശേഷം, ഈ ഒരു എംബ്രിയോണിക് ഒറിജിനിലുള്ള പ്രോ മെരിസ്റ്റത്തിന് ശേഷം ഫോം ചെയ്യുന്നതാണ് പ്രൈമറി മെരിസ്റ്റം. അതെവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? പ്രോ മെരിസ്റ്റത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഫോർമേഷൻ പ്രൈമറി ആയിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ടിഷ്യൂസിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഓർഗൻസിൻ്റെയൊക്കെ പ്രൈമറി ഫോർമേഷൻ, ലൈക്ക് അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രോ കാമ്പിയം, പ്രോട്ടോഡേം, ഗ്രൗണ്ട് മെരിസ്റ്റം ഒക്കെ ഈ ഒരു പ്രൈമറി മെരിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. ഇനി സെക്കൻഡറി മെരിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കോർക്ക് കാമ്പിയം, ഇൻ്റർഫാസിക്കുലർ കാമ്പിയം ഒക്കെയാണ്. സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് സെക്കൻഡറി മെരിസ്റ്റം. നമുക്കറിയാം സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്താണ് കാമ്പിയം ഒക്കെ ഫോർമേഷൻ നടക്കുന്നത്. ഈ കാമ്പിയത്തിൻ്റെ ഫോർമേഷനൊക്കെ നടക്കുന്നതാണ് ഈ സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഒറിജിൻ അനുസരിച്ച് നമ്മൾ 3 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അതിനുശേഷം നമുക്ക് വരുന്നത് പ്ലെയിൻ ഓഫ് ഡിവിഷൻ വെച്ചിട്ടാണ്. പ്ലെയിൻ ഓഫ് ഡിവിഷൻ വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് റിബ് മെരിസ്റ്റം, പ്ലേറ്റ് മെരിസ്റ്റം, മാസ് മെരിസ്റ്റം എന്നാണ്. റിബ് മെരിസ്റ്റം തന്നെ നമ്മൾ ഫൈൽ മെരിസ്റ്റം എന്ന് പറയുന്നുണ്ട്. റിബ് മെരിസ്റ്റം എന്ന് പറയുന്നത് കാമ്പിയത്തിൻ്റെയും കോർക്ക് കാമ്പിയത്തിൻ്റെയും ഫോർമേഷന് വേണ്ടിയാണ്. ഇത് ഒറ്റ ഡിവിഷൻ, അതായത് ഒറ്റ പ്ലെയിനിൽ മാത്രമേ ഡിവിഷൻ നടക്കുകയുള്ളൂ. ആൻറ്റി ക്ലൈനലി ആയിരിക്കും ആ പൊസിഷൻ എന്ന് പറയുന്നത്. പ്ലേറ്റ് മെരിസ്റ്റം ആണെങ്കിൽ ആൻറ്റി ക്ലൈനലിയും പെരി ക്ലൈനലിയും ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇത് സെല്ലിൻ്റെ മാസ് ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലീവ്സിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഈ പ്ലേറ്റ് മെരിസ്റ്റം ഡിവിഷൻ ഉണ്ടാകുന്നത്. പിന്നെ വരുന്നത് മാസ് മെരിസ്റ്റമാണ്. മാസ് മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ മാസീവായിട്ടുള്ള ടിഷ്യൂ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ് മാസ് മെരിസ്റ്റം എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ എല്ലാ പ്ലെയിൻസിലും ഡിവിഷൻ സംഭവിക്കുന്നതാണ് മാസ് മെരിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്: എൻഡോസ്പെം, സ്പൊറാഞ്ചിയ, കോർട്ടെക്സ്, പിത്ത്. ഇനി കൂടാതെ വേറൊരു ടൈപ്പ് എന്തുണ്ട്, ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട്, ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ വെച്ചുകൊണ്ട് മെരിസ്റ്റത്തിനെ നമുക്ക് പ്രോട്ടോഡേം, പ്രോകാമ്പിയം, ഗ്രൗണ്ട് മെരിസ്റ്റം എന്ന ക്ലാസിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും. പ്രോട്ടോഡേം എന്തെന്ന് പറഞ്ഞാൽ ദ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം വിച്ച് ഇസ് ഡെവലപ്സ് ഇൻ ടു എപ്പിഡെർമിസ്, സ്റ്റൊമാറ്റ ആൻഡ് ഹെയേഴ്സ്. പ്രോകാമ്പിയം എന്തെന്ന് പറഞ്ഞാൽ സൈലോം ഫ്ലോയത്തിൻ്റെയും ഫോർമേഷനാണ്. ഇനി ഗ്രൗണ്ട് മെരിസ്റ്റം എന്തെന്ന് പറഞ്ഞാൽ എപ്പിഡെർമിസും വാസ്കുലർ ബണ്ടിൽസും ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും ഫോർമേഷനാണ് ഈ ഒരു ഗ്രൗണ്ട് മെരിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫങ്ഷൻസ് വെച്ചുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇത് ഞാൻ ഇത്രയും നല്ല സ്പീഡിൽ പറഞ്ഞു പോയത് ഓൾറെഡി നമ്മളുടെ നോട്ടുണ്ട്, എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ക്ലിയർ അല്ല എന്നുള്ളൊരു പരാതി കിട്ടിയായിരുന്നു. അപ്പം മെയിൽ അയച്ചാൽ മതി, ഞാൻ ഈ നോട്ട് അയച്ചു തരാം. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ക്ലാസ് കേട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. പിന്നെ അടുത്ത നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലാന്റ് ടിഷ്യൂസും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് തിയറീസ് ആണ്. തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറീസ് നല്ല രീതിയിൽ പഠിക്കണം. തിയറീസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് നമുക്ക് തിയറീസിൽ പഠിക്കാനുള്ളത് 2 ടൈപ്പ്. ഒന്ന് റൂട്ട് അപ്പെക്സ് തിയറീസും പഠിക്കണം, സെക്കൻഡ് എന്ന് പറയുന്നത് ഷൂട്ട് അപ്പെക്സ് തിയറീസും പഠിക്കണം. അതിൽ ഫസ്റ്റ് വരുന്ന ഷൂട്ട് അപ്പെക്സ് തിയറിയിൽ പഠിക്കാനുള്ളത് എപ്പിക്കൽ സെൽ തിയറിയും ട്യൂണിക്കൽ കോർപ്പസ് തിയറിയും ഹിസ്റ്റോജൻ തിയറിയുമാണ്. ഇനി അല്ലാതെ ഷൂട്ട് അപ്പെക്സ് കഴിഞ്ഞ് റൂട്ട് അപ്പെക്സിൽ പഠിക്കാനുള്ളതും എപ്പിക്കൽ സെൽ തിയറി, കോപ്പർ കാപ്പെ തിയറി, ഹിസ്റ്റോജൻ തിയറിയാണ്. തിരിഞ്ഞു പോകരുത്.
അപ്പം ഈ മൂന്നെണ്ണമാണ് ഓരോ അപ്പെക്സ് തിയറീസിലും പഠിക്കാനുള്ളത്, ഓർഗനൈസേഷൻ ഓഫ് അപ്പെക്സിലും പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഷൂട്ട് അപ്പെക്സ് എടുക്കുകയാണെങ്കിൽ എപ്പിക്കൽ സെൽ തിയറി നമ്മൾ ഫസ്റ്റ് എഴുതുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് എപ്പിക്കൽ സെൽ തിയറി എന്താണെന്ന് മാത്രം ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളത് എഴുതുക. എപ്പിക്കൽ സെൽ തിയറി എന്താണ്? നെഗേലിയാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. ഫസ്റ്റ് അതിൻ്റെ ജസ്റ്റ് ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മുടെ എക്സ്ട്രീം ടിപ്പിലായിട്ട് ആ ഒരു പ്ലാന്റിൻ്റെ എക്സ്ട്രീം ടിപ്പിലായിട്ട് മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എപ്പിക്കൽ സെൽസ് കാണപ്പെടുന്നുണ്ട്. ഈ എപ്പിക്കൽ സെൽസാണ് ഈ ഗ്രോത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ഡിവൈഡ് ചെയ്ത് താഴേക്ക് ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ സെൽസ് താഴേക്ക്, അതായത് ആൻറ്റിക്ലൈനൽ ഡിവിഷനിലായിട്ട് താഴേക്ക് ഫോം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സെൽസിനെ താഴേക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഫോം ചെയ്ത് പ്ലാന്റ് ഓർഗൻസ് ആയിട്ട് മാറ്റും. അതാണ് എപ്പിക്കൽ സെൽ തിയറി എന്ന് പറയുന്നത്. നെഗേലിയാണ് പ്രപ്പോസ് ചെയ്തത്. ഇനി ട്യൂണിക്ക കോർപ്പസ് തിയറി ആണെങ്കിൽ സ്മിത്താണ് പ്രപ്പോസ് ചെയ്തത്. അതെന്ന് പറയുന്ന ഷൂട്ട് അപ്പെക്സിന് 2 സോൺസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഔട്ടർ ആയിട്ട് വരുന്ന ട്യൂണിക്കയും പിന്നെ വരുന്നത് ഇന്നർ ആയിട്ട് വരുന്ന കോർപ്പക്സും ആണ്. ട്യൂണിക്ക സെൽസ് കോർപ്പസിനെ കാട്ടി സ്മോളർ ആണ്. പിന്നെ ട്യൂണിക്ക സെൽസ് ആൻറ്റിക്ലൈനലിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. കോർപ്പസ് സെൽസ് ആൻറ്റിക്ലൈനലിയും പെരിക്ലൈനലിയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ട്യൂണിക്ക സെൽസ് ആണെങ്കിൽ എപ്പിഡെർമിസിനെയും ഹൈപ്പോഡെർമിസിനെയും ഔട്ടർ ലെയർ ഓഫ് കോർട്ടെക്സിനെയാണ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി കോർപ്പസ് സെൽസ് ആണെങ്കിൽ ആൻറ്റിക്ലൈനലി പെരിക്ലൈനലി ഡിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അവർ എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വാസ്കുലർ ബണ്ടിൽസിനെയും പിത്തിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഷൂട്ട് അപ്പെക്സിൽ വരുന്ന അടുത്ത തിയറിയാണ് ഹിസ്റ്റജൻ തിയറി. ഹിസ്റ്റജൻ തിയറി എന്തെന്ന് പറഞ്ഞാൽ 3 മെരിസ്റ്റമാറ്റിക് സോൺസ് ഉണ്ട് ഷൂട്ട് അപ്പെക്സിന്. അതെന്ന് പറയുന്ന ഡെർമറ്റോജൻ, മിഡിലായിട്ട് വരുന്നത് പെരിബ്ലം, ഇന്നറായിട്ട് വരുന്നത് പ്ലൂറോം. ഡെർമറ്റോജൻ എപ്പിഡെർമിസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പെരിബ്ലം കോർട്ടെക്സിനെയും എൻഡോഡെർമിസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്ലൂറോം വാസ്കുലർ എലമെൻസിനെയും പിത്തിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്രയും പഠിച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റൂട്ട് അപ്പെക്സ് ഓർഗനൈസേഷൻ്റെ തിയറീസാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എപ്പിക്കൽ സെൽ തിയറി ഉണ്ട്, സെയിം തന്നെയാണ് ഷൂട്ട് അപ്പെക്സിനെ പോലെ തന്നെ. പിന്നെ ഉള്ളത് കോപ്പർ കാപ്പെ തിയറി, പിന്നെ വരുന്നത് ഹിസ്റ്റജൻ തിയറി. അപ്പം എപ്പിക്കൽ സെൽ തിയറിയിൽ ഷൂട്ട് അപ്പെക്സിനെ പോലെ തന്നെയാണ്, പക്ഷേ അവിടെ എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടുള്ള ടെട്രാഹൈഡൽ എപ്പിക്കൽ സെൽസാണ് ഉള്ളത്. സെൽസിന് 3 കട്ടിംഗ് ഫേസസ് കാണും. അത് റൂട്ട്സിൻ്റെ ടിഷ്യൂസിനെ റൈസ് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള വേറൊരു വാക്കുണ്ട്, അതാണ് ക്യൂസൻ സെൻറ്റർ. എന്താണ് ക്യൂസൻ സെൻറ്റർ എന്ന് പഠിക്കണം. ക്യൂസൻ സെൻറ്റർ എന്തെന്ന് പറഞ്ഞാൽ സെൻട്രലായിട്ട് വരുന്ന ക്യാപ്പിലേക്ക് സ്ട്രക്ചറാണ് ക്യൂസൻ സെൻറ്റർ. ഇത് ഫസ്റ്റ് ടൈമിൽ ആദ്യം ഇത് ഇനാക്റ്റീവ് ആയിരിക്കും. ഇനാക്റ്റീവ് ആയിരിക്കുന്ന സമയം ഇത് ഫസ്റ്റ് ഇനാക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്താണ്? എവിടെയാണ് കാണപ്പെടുന്നത്? കാലിപ്ട്രോജൻ്റെയും ആക്റ്റീവ് മെരിസ്റ്റമാറ്റിക് റീജിയൻസിൻ്റെയും ബിറ്റ്വീനായിട്ടാണ് ഇത് കാണുന്നത്. ക്യാപ്പിലേക്ക് സെൻട്രൽ സ്ട്രക്ചറാണ്. ഫസ്റ്റ് ഇത് ഇനാക്റ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ ഇതിലെന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് സ്ലോലി ഡിവൈഡിങ് സെൽസ് കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ഈ ഒരു ഇനാക്റ്റീവായിട്ടുള്ള സെൽസ്. പക്ഷെ എപ്പോഴാണോ ഇത് നമുക്ക് പുറത്തായിട്ട് വരുന്ന സെൽസിന് ഡാമേജ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് വരുന്ന റൂട്ട് ഇലോങ്ങേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് എപ്പോഴാണോ ഡാമേജ് ആവുന്നത്, ആ സമയത്ത് ഈ ഒരു ക്യൂസൻ സെൻറ്റർ ആ ഒരു ഡാമേജിനെ പരിഹരിക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നീട് ഈ ഡാമേജ് ആയ സെൽസിന് പകരമായിട്ട് ഈ ഇനാക്റ്റീവായിട്ടിരിക്കുന്ന ക്യൂസൻ സെൻറ്ററിലെ സെൽസ് എന്ത് ചെയ്യുന്നു? ആക്റ്റീവായിട്ട് മാറും. അവരാണ് പിന്നീട് റൂട്ട് എലോങ്ങേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് ഈ ക്യൂസൻ സെൻറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ക്യൂസൻ സെൻറ്റർ ആദ്യം ഇനാക്റ്റീവ് ആയിരിക്കും, എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നതെന്ന് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഇനിയുള്ളത് കോപ്പർ കാപ്പെ തിയറിയാണ്. കോപ്പർ കാപ്പെ തിയറിയിൽ പറയുന്നത് കോപ്പർ എന്നും കാപ്പ എന്നും പറയുന്ന ഡൊമൈൻസ് ഉണ്ട്. കോപ്പർ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് T പാറ്റേൺ ലൈക്ക് സെൽ ഡിവിഷൻ നടക്കുന്നതാണ്. ടീനെ തിരിച്ച് വെച്ചേക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ ഡിവിഷനാണ് ഈ ഒരു കോപ്പർ ഡൊമൈനിൽ നടക്കുന്ന ഡിവിഷൻ. കാപ്പ എന്ന് പറയുമ്പം എങ്ങനെ നേരെയുള്ള T പാറ്റേൺ ഓഫ് ഡിവിഷനാണ് കാപ്പ എന്ന് പറയുന്നത്. ഇനിയെന്ന് പറഞ്ഞാൽ ഹിസ്റ്റജൻ തിയറിയാണ്. നമ്മൾ നേരത്തെ അതായത് ഷൂട്ട് അപ്പെക്സിൻ്റെ എപ്പിക്കൽ സെൽ തിയറി ഹിസ്റ്റജൻ തിയറി പഠിച്ച സമയത്ത് 3 ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടുത്തെ കേസിൽ ജിംനോസ്പേംസിനാണെങ്കിൽ 2 സോൺസും ആൻജിയോസ്പേംസിനാണെങ്കിൽ 3 സോൺസുമാണ് ഉള്ളത്. ജിംനോസ്പേംസിന് ഈ ഒരു റൂട്ട് അപ്പെക്സിൻ്റെ തിയറിയിൽ 2 സോൺസേ ഉള്ളൂ. ഏതൊക്കെയാണത്? ഒന്ന് ഔട്ടർ ആയിട്ടുള്ള പെരിബ്ലമും ഇന്നർ ആയിട്ടുള്ള പ്ലൂറോമും. പെരിബ്ലം റൂട്ട് ക്യാപ്പിനെ ബാക്കി ടിഷ്യൂസിനെയൊക്കെ ഫോം ചെയ്യുന്നു. വാസ്കുലർ സിലിണ്ടറിനെ ഫോം ചെയ്യുന്നതാണ് പ്ലൂറോം എന്ന് പറയുന്നത്. പിന്നെ ആൻജിയോസ്പേംസിൻ്റെ കേസിൽ 3 സോൺസ് ഉണ്ട്, സെയിം ആണ്.
മൂന്ന് അല്ലെങ്കിൽ 4 സോൺസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. 3 സോൺസ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഷൂട്ട് എപ്പെക്സിന് ഹിസ്റ്റോജൻ പറഞ്ഞ പോലെ സെയിം ആണ്, ഡെർമറ്റോസിനും പെരിബ്ലമും പ്ലൂറോമും. ഡിഫറൻസ് വരുന്നത് എവിടെയാണ്? റൂട്ട് എപ്പെക്സ് ഓർഗനൈസേഷനിലെ ജിംനോസ്പെർമിൻ്റെ ഹിസ്റ്റോജൻ തിയറിയിൽ വരുന്നിടത്താണ് ഡിഫറൻസ് വരുന്നത്. അവിടെ 2 സോൺസ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണത്? പെരിബ്ലമും പ്ലൂറോമും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പിന്നെ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. തിയറി പഠിക്കുമ്പോൾ നിങ്ങൾ ആ തിയറിയിലുള്ള ആ ഒരു ഫിഗറും കൂടെ നോക്കി വെച്ചേക്കാം, നമുക്ക് ഉപയോഗം വരും. അത് വരയ്ക്കുന്നത് നല്ല ഈസിയുമാണ്, വരയ്ക്കുന്നത് നല്ലതുമാണ്. ഓക്കെ, അപ്പോൾ ടോപ്പിക്സ് പറഞ്ഞു പോകുന്ന പോലെ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത്. അത് കൂടാതെ ഏതൊക്കെ ഫിഗർ നിങ്ങൾക്ക് ഉൾപ്പെടുത്തണമെന്നും കൂടെ ഞാൻ കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് BSc കോംപ്ലിമെൻ്ററി ബോട്ടണിയിലെ എല്ലാ പോർഷൻസും എല്ലാം ഒറ്റ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങളതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മെച്യൂർ ടിഷ്യൂസ് അല്ലെങ്കിൽ പെർമനൻറ്റ് ടിഷ്യൂസ് ആണ്. ഈ പെർമനൻറ്റ് ടിഷ്യൂസിലാണ് നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉള്ളത്. അത് നമുക്കൊന്ന് നോക്കാം. പ്രത്യേകിച്ച് ഞാൻ കൂടുതലായിട്ട് പെർമനൻറ്റ് ടിഷ്യൂസ് പറയുന്നില്ല, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും പെർമനൻറ്റ് ടിഷ്യൂസ് നാം നേരത്തെ പറഞ്ഞ പോലെ നോൺ ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസിൽ നിന്നും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ നോൺ ഡിവൈഡിങ് ആയിട്ട് വരുന്ന സെൽസിൽ നിന്നും പിന്നീട് ഫോം ചെയ്യുന്നതാണ് ഈ ഒരു പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇനി പെർമനൻറ്റ് ടിഷ്യൂസ് 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന് സിമ്പിളും കോംപ്ലക്സും. സിമ്പിളാണ് എങ്കിൽ പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലീറങ്കൈമ എന്നുള്ള വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കോംപ്ലക്സ് ആണ് എങ്കിൽ സൈലം, ഫ്ലോയം. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് ആണെങ്കിൽ വൺ ടൈപ്പ് സെൽസ് ആണ്, സെയിം ആയിട്ടുള്ള സെൽസ് ആണ്, അതായത് ഹോമോജിനിയസ് സെൽസ് ആണ്. കോംപ്ലക്സ് ആണെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ആണ്, അതായത് ഹെട്രോജിനിയസ് സെൽസ് ആണ്. പിന്നെ ഞാൻ വലിയ ബോക്സ് വരച്ച് തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസിഫിക്കേഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? സിമ്പിൾ ടിഷ്യൂ പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലീറങ്കൈമ ഉണ്ട്. അതിൽ പാരങ്കൈമ തന്നെ വീണ്ടും ആംഗുലാർ എന്നും ലൂസ് എന്നും ഉണ്ട്. അത് ബേസ്ഡ് ഓൺ ദ സ്പേസ്. മെയിൻ ഡിവിഷൻ എന്ന് പറയുന്നത് പാരങ്കൈമ, പ്രോസങ്കൈമ, ഏറങ്കൈമ, ക്ലോറങ്കൈമ, സ്റ്റോറേജ് പാരങ്കൈമയാണ്. സിമ്പിൾ ടിഷ്യൂസിൽ ഇനി കോളങ്കൈമയാണെങ്കിൽ നേച്ചർ ഓഫ് ദി സെൽ തിക്കണിങ്, ലാമെല്ലാർ, ആംഗുലാർ, ലാക്കുനാർ ഉണ്ട്. സ്ക്ലീറങ്കൈമയാണെങ്കിൽ സ്ക്ലീറൈറ്റ്സ്, ഫൈബേഴ്സ്. സ്ക്ലീറൈറ്റ്സിൽ തന്നെ ബ്രാക്കി സ്ക്ലീറൈറ്റ്സ്, മാക്രോ സ്ക്ലീറൈറ്റ്സ്, ഓസ്റ്റിയോ സ്ക്ലീറൈറ്റ്സ്, ആക്സ്ട്രോ സ്ക്ലീറൈറ്റ്സ്, ട്രൈക്കോ സ്ക്ലീറൈറ്റ്സ്. ഫൈബേഴ്സ് സർഫസ് ഫൈബേഴ്സ്, സൈലറി ഫൈബേഴ്സ്, എക്സ്ട്രാ സൈലറി ഫൈബേഴ്സ്. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് വെച്ചാണെങ്കിൽ ഫൈബേഴ്സിന് ഹാർഡ് എന്നും സോഫ്റ്റ് എന്നും കാറ്റഗറൈസ് ചെയ്യാം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ കാണാതെ പഠിച്ചു പോകുമ്പോൾ നിങ്ങളൊരു കണക്ഷൻ വിട്ടുപോകും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കുവാണ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് വരയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് ഡയഗ്രാം ആക്കി ലേബൽ ചെയ്യുക. ഞാനിപ്പോൾ വരയ്ക്കുന്നത് പൈ ചാർട്ട്, ഒരു ചാർട്ടാക്കി വരയ്ക്കുക. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുന്നത് എവിടെയുള്ളതാണ്? അത് നമ്മളുടെ പെർമനൻറ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ മെച്യൂർ ടിഷ്യൂസിലെ പെർമനൻറ്റ് ടിഷ്യൂസിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് സിമ്പിൾ എന്ന് ഓർത്തിരിക്കണം. അല്ലെങ്കിൽ നമുക്കിത് തിരിഞ്ഞു പോകും. നമ്മളവിടെ കോംപ്ലക്സിൻ്റെയൊക്കെ കാര്യങ്ങൾ എഴുതി വയ്ക്കും. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ഫിഗർ നമ്മൾ ഈ നോട്ടായിട്ട് പഠിക്കുമ്പോൾ ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. അതുകൊണ്ട് നമുക്കത് തിരിഞ്ഞു പോകത്തില്ല. അപ്പം ഈ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് സിമ്പിളായിട്ട് പഠിച്ചു വെച്ചേക്കണം. നമുക്ക് നേരെ തന്നെ എന്തിലേക്ക് പോകാം? ഡയറക്റ്റ് ആയിട്ടുള്ള ബ്രീഫായിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം. അത് നമുക്ക് പാരങ്കൈമയിൽ എന്താണ് പാരങ്കൈമയുടെ ഫീച്ചേഴ്സ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കുക. അതിനെല്ലാം പറഞ്ഞു തന്നതാണ്, അതുകൊണ്ട് ഞാൻ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ പാരങ്കൈമ എന്താണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്താണെന്നും വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ വേണമെങ്കിൽ 4 മാർക്കിന് ചോദിക്കാം. 4 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ, അതൊന്നും 15 മാർക്കിന് എഴുതാനായിട്ടില്ല. അപ്പോൾ പാരങ്കൈമ 2 ഡിവിഷനുണ്ട്. ഒന്ന് ഇൻ്റർസെല്ലാർ സ്പേസ് വെച്ചിട്ട്, അതിൽ ആംഗുലാർ ഉണ്ട്, ലൂസ് ഉണ്ട്. മെയിൻ ഡിവിഷനാണ് പ്രോസങ്കൈമ, ഏറങ്കൈമ, ക്ലോറങ്കൈമ, സ്റ്റോറേജ് പാരങ്കൈമ. അതിൽ പ്രോസങ്കൈമയാണെങ്കിൽ എന്താണ്? അതിൻ്റെ ഫങ്ഷൻസ് ഓർത്ത് വെച്ചേക്കുക. ഏറങ്കൈമ എന്ന് പറഞ്ഞാൽ പേര് തന്നെയുണ്ട്, എയർഫീൽഡാണ്. ക്ലോറങ്കൈമ എന്ന് പറയുന്നത് പേര് തന്നെയുണ്ട്, എന്താണ് ഫങ്ഷൻ? ഫോട്ടോസിന്തറ്റിക് ആണ്. സ്റ്റോറേജ് പാരങ്കൈമ എന്താണ്? അതിൻ്റെ ഫങ്ഷൻസ്. പിന്നെ ലാസ്റ്റ് പാരങ്കൈമയുടെ ഓവറോൾ ഫങ്ഷൻസ് എന്താണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഓർക്കുക. അപ്പോൾ ഒരു ടിഷ്യൂ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഡിവിഷൻസ് പഠിക്കണം, അതിൻ്റെ ഫസ്റ്റ് ഒരു ഫീച്ചേഴ്സ് പഠിക്കണം, ഡിവിഷൻസ് പഠിക്കണം, പിന്നെ എന്ത് പഠിക്കണം? അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് പാരങ്കൈമ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കോളങ്കൈമയാണ്. അതുപോലെ തന്നെ കോളങ്കൈമയുടെ ഫങ്ഷൻസ് അല്ല, ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്, അത് പഠിക്കണം. പിന്നെ കൈൻഡ്സ് ഓഫ് കോളങ്കൈമയിൽ അതിൻ്റെ ലാമെല്ലാർ അല്ലെങ്കിൽ പ്ലേറ്റ് ലൈക്ക്, ആംഗുലാർ കോളങ്കൈമ, ലാക്കുനേറ്റ് കോളങ്കൈമ, അതും ഇൻ്റർസെല്ലാർ സ്പേസ് അല്ലെങ്കിൽ ഡിപ്പോസിഷൻസും സെൽ തിക്കണിങ്സും ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻസും പഠിക്കുക. പിന്നെ അതിൻ്റെ ഫങ്ഷൻസും പഠിക്കുക. പിന്നെ വരുന്നത്
എന്താ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സ്ക്ലീറൻകൈമയാണ്. ഇപ്പോൾ സ്ക്ലീറൻകൈമയുടെ കേസിലാണ് എങ്കിൽ നമുക്ക് എന്താണ് സ്ക്ലീറൻകൈമ എന്ന് പഠിക്കണം. ആദ്യത്തെ പോലെ തന്നെ ആ ഫീച്ചേഴ്സ് പഠിക്കുക. അതിനുശേഷം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഫൈബേഴ്സും സ്ക്ലീറൈറ്റ്സും. അപ്പോൾ ഫൈബേഴ്സും സ്ക്ലീറൈറ്റ്സും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫൈബേഴ്സ് എന്താണെന്ന് പഠിക്കണം. വീണ്ടും നമുക്ക് അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ വരുവാണ്. അപ്പോൾ ഫൈബേഴ്സും സ്ക്ലീറൈറ്റ്സും നമ്മൾ ക്ലാസിഫൈ ചെയ്തതിന് ശേഷം സ്ക്ലീറൻകൈമയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ച പോലെ നമ്മൾ ഫൈബേഴ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. അതുകൂടാതെ ഫൈബേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. സൈലറി, എക്സ്ട്രാ സൈലറി, സർഫസ് ഫൈബേഴ്സ്, കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് സോഫ്റ്റ് ഫൈബേഴ്സ്. ഹാർഡ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോട്ടൻ്റെയും ജൂട്ടിലേക്ക് ഉള്ളതാണ്. സോഫ്റ്റ് ഫൈബറാണ് കോട്ടനും ജൂട്ടും. പിന്നെ അബാക്ക അല്ലെങ്കിൽ സിസൽ ലീവ്സിലേക്ക് ഉള്ളതാണ് ഹാർഡ് ഫൈബേഴ്സ്. ഇത് എക്കണോമിക് ഇമ്പോർട്ടൻസ് വെച്ച് ഫൈബറിനെ തരംതിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഫൈബറിൻ്റെയും സ്ക്ലീറൈറ്റ്സിൻ്റെയും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറച്ച് ടിഷ്യൂസിൻ്റെയൊക്കെ ഫിഗേഴ്സ് കാണും. ഇപ്പോൾ കോളൻകൈമയൊക്കെ അറിയാം. കോളൻകൈമ എന്ന് പറഞ്ഞാൽ സെൽസിൻ്റെ ഇടയിലെല്ലാം തിക്കണിങ്സ് കാണും. അങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫിഗറുണ്ട്. സ്ക്ലീറൻകൈമ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്ക്. കാരണം നമ്മൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുന്നതിൻ്റെ സൈഡിൽ ഈ ഒരു ചെറിയ ഫിഗർ വരയ്ക്കുന്നത് നല്ല അട്രാക്റ്റീവും ആണ്. അതുകൂടാതെ അവരെ ഇംപ്രസീവ് ആക്കാൻ പറ്റുന്ന പോയിൻ്റാണ്. പിന്നെ സൈലം ഫൈബേഴ്സിൻ്റെ ആ ഒരു ഫിഗർ വരയ്ക്കുക. സ്ക്ലീറൈറ്റ്സ് വരച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. ഫൈബറിൻ്റെ ആ ഒരു പിറ്റും ലൂമനും സെൽവാളും ഒക്കെ അടയാളപ്പെടുത്തിയേക്കുന്ന ആ ഒരു ഫിഗറും കൂടെ ഉൾപ്പെടുത്തി വരയ്ക്കാം. പിന്നെ അതിനുശേഷം സ്ക്ലീറൈറ്റ്സിൻ്റെ കാറ്റഗറി ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. അപ്പം പിന്നീട് വരുന്നത് പിന്നെ സെൽ തിയറി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് നോക്കണം. അതുകൂടാതെ നമ്മൾ പിന്നെ കാലിപ്ട്ര എന്ന് പറഞ്ഞൊരു പോർഷനും കൂടെ നമുക്ക് പറയാം. ഇപ്പോൾ കാലിപ്ട്ര എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലിപ്ട്ര എന്ന് പറയുന്നത് റൂട്ടിൻ്റെ ക്യാപ്പാണ്. റൂട്ടിൻ്റെ ക്യാപ്പിനെ പറയുന്ന പേരാണ് കാലിപ്ട്ര. അപ്പോൾ റൂട്ടിൻ്റെ ക്യാപ്പ് എന്തിനാണ്? അതൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അവർ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ്? റൂട്ടിന് നമുക്ക് എന്തിനാണ് റൂട്ട് വരുന്നത്? സോയിൽ കൂടെ പെനട്രേറ്റ് ചെയ്ത് പോകാനാണ്. ഈ പെനട്രേറ്റ് ചെയ്ത് പോകുന്ന റൂട്ട്സിൽ എന്ത് ചെയ്യാനാണ്? ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യുന്നത്. കൂടാതെ അതിൽ പ്ലാസ്റ്റ് ഉണ്ട്. പ്ലാസ്റ്റ് സ്റ്റാർച്ച് കണ്ടെയ്നിങ് അമിലോപ്ലാസ്റ്റ് ആണുള്ളത്. അതൊരു സ്റ്റാറ്റോലിത്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പെർമനൻറ്റ് ടിഷ്യൂസിലെ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. അടുത്ത് നമുക്കുള്ളത് കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂസ് ആണ്, സൈലവും ഫ്ലോയവും. അപ്പം അതിൽ തന്നെ നമുക്ക് വീണ്ടും ഇനി സൈലത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഫ്ലോയത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കുഞ്ഞിലെ നമ്മൾ പഠിക്കുന്നതാണ്. സൈലം ആണെങ്കിൽ ട്രക്കൈറ്റ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ്, സൈലം പാരങ്കൈമ. ഫ്ലോയം ആണ് എങ്കിൽ സീവ് എലമെൻറ്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരങ്കൈമ, ഫ്ലോയം ഫൈബേഴ്സ്. പ്രത്യേകിച്ച് ഒന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. സൈലത്തിൽ വേറൊരു ക്ലാസിഫിക്കേഷനും ഉണ്ട്. അതുകൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. പ്രൈമറി സൈലം, സെക്കൻഡറി സൈലം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സൈലത്തിൻ്റെ ട്രക്കൈറ്റ്സിൻ്റെയും വെസൽസിൻ്റെയും സൈലം പാരങ്കൈമയുടെയും സൈലം ഫൈബേഴ്സിൻ്റെ എല്ലാം നമുക്ക് ഫീച്ചേഴ്സ് പഠിക്കണം. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ നോട്ട് തന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. ആ ഒരു നോട്ട് തന്നെ പഠിക്കുക. നോട്ട് നിങ്ങൾക്ക് കിട്ടാത്തവരാണെങ്കിൽ മെയിൽ ചോദിച്ചാൽ മതി, ഞാൻ സെൻഡ് ചെയ്ത് തരും. പോയിൻ്റ് വൈസ് ആ പോയിൻറ്റ്സ് നിങ്ങൾ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പോയിൻ്റ് വായിച്ചതിന് ശേഷം ഒന്ന് വായിച്ചു വെച്ചേക്കുക. കാരണം എന്തെങ്കിലും ഇപ്പം അത്രയും ടഫാണെങ്കിൽ മാത്രമേ ഇതിലപ്പുറം വൺ വേർഡൊക്കെ ചോദിക്കത്തുള്ളൂ. വൺ വേർഡൊക്കെ സിമ്പിളാക്കാനാണ് ചാൻസ്. നമ്മൾ കെമിസ്ട്രിയുടെ തന്നെ വൺ വേർഡ് സിമ്പിളായിരുന്നല്ലോ. അപ്പോൾ ട്രക്കൈറ്റ്സിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും ചെറിയൊരു ഫിഗർ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഫിഗർ വരച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഓർക്കത്തില്ല. പക്ഷേ ഫിഗർ വരച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടും. എസ്സേ ഒക്കെ ഫുൾ മാർക്കൊക്കെ കിട്ടുന്നതൊക്കെ ചാൻസ് ഭയങ്കര കുറവാണ്. പക്ഷേ ഫിഗറൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അത്രയും അട്രാക്റ്റീവ് ആക്കുകയാണെങ്കിൽ എസ്സേ ഒക്കെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ അതിൽ തന്നെ ട്രക്കൈറ്റ്സിലും വെസൽസിന് ശേഷം നമുക്ക് ഫ്ലോയത്തിൽ പഠിക്കാൻ ഒരു പെർഫറേഷൻ പ്ലേറ്റ്സിനെ കുറിച്ച് പഠിക്കാറുണ്ട്. അത് നിങ്ങൾ പഠിക്കുക. പിന്നെ വെസൽസിൻ്റെ എല്ലാത്തിനെയും ഫങ്ഷൻസ് പഠിക്കാറുണ്ട്. ചെറിയ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ചെറിയ അവരുടെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അത് പഠിക്കണം. തിക്കണിങ്സ് ഉണ്ട്, തിക്കണിങ്സ് പഠിക്കണം. പിന്നെ അല്ലാതെ സൈലത്തിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ ഫ്ലോയത്തിൻ്റെ സീവ് ട്യൂബ് എലമെൻസിനെ കുറിച്ചും എല്ലാം പഠിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടൈലോസോയിഡ്സും ടൈലോസസും. അത് നിങ്ങൾ നോക്കി വെച്ചേക്കുക. വാട്ട് ഈസ് ടൈലോസസ് ആൻഡ് വാട്ട് ഈസ് ടൈലോസോയിഡ്സ് നോക്കി വെച്ചേക്കുക. അപ്പോൾ ആ രണ്ടും ആ നോട്ടിൽ തന്നെ ഉണ്ട്, അത് പഠിക്കുക. അതിനുശേഷം ഫ്ലോയം ഫൈബേഴ്സ്, ട്രാൻസ്ഫർ സെൽസ് എന്താണ് എല്ലാം പഠിക്കുക. പിന്നെ അതിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്ലാന്റ് ടിഷ്യൂ എന്നുള്ള ടോപ്പിക്കിലുള്ളത്.
പിന്നെ നമുക്ക് പ്ലാന്റ് ടിഷ്യൂസിൽ വരുന്നത് സെക്രട്ടറി ടിഷ്യൂസ് ആണ്. സെക്രട്ടറി ടിഷ്യൂസും ഉണ്ട്, പിന്നെ നമുക്ക് ലാക്ടിഫറസ് ടിഷ്യൂസും ഉണ്ട്. സെക്രട്ടറി ടിഷ്യൂസിൻ്റെ നോട്ട് ഞാൻ ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ ഒന്ന് അതിൽ കൂടുതലായിട്ട് ഇത് ചെയ്തത്. ഹൈഡോത്തോഡ് എന്താണെന്ന് സെപ്പറേറ്റ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അതിനകത്തൊരു പോയിൻ്റാണ് ഹൈഡോത്തോട്ട്സ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാറ്റസിൻ്റെയും പിന്നെ അല്ലാണ്ട് ഈ ട്രാജിയുടെയൊക്കെ സ്റ്റിങ്ങിങ് ഹെയേഴ്സ് ഒക്കെയാണ്. നെപ്പന്തസ് അറിയാലോ, നെപ്പന്തസ് നമുക്കറിയാം, പിക്ചർ പ്ലാന്റിൻ്റെയൊക്കെ കേസുകളാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രത്യേകം നിങ്ങൾക്ക് ഹൈഡോത്തോഡ് എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്. ഹൈഡോത്തോഡും ഹൈഡ്രോപോറിൻ്റെ കേസ് നല്ല രീതിയിൽ അത് പഠിക്കാം. ഏതോ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഹൈഡോത്തോഡ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡോത്തോഡ്, അത് നല്ല രീതിയിൽ പഠിക്കാം. പിന്നെ ആ ഒരു ലൈസോജീനിയസ് ഡെവലപ്മെൻറ്റും ഡാക്സിനെ കുറിച്ചൊക്കെ പഠിക്കാം. ലാക്ടിഫറസ് ടിഷ്യൂസ് എടുത്തൊന്നും ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്നിരുന്നാലും എസ് ചോദിക്കുമ്പോൾ നമ്മൾ ലാക്ടിഫറസ് ടിഷ്യൂസ് ഉൾപ്പെടുത്തണം. ഓവറോൾ ടിഷ്യൂവിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കുമ്പോൾ ലാക്ടിഫറസ് ടിഷ്യൂ ഉൾപ്പെടുത്തണം. അതുകൊണ്ട് ലാക്ടിഫറസ് ടിഷ്യൂവും പഠിക്കണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് പ്ലാന്റ് ടിഷ്യൂ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ടിഷ്യൂ സിസ്റ്റത്തിൽ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആൻഡ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം പഠിക്കാനുണ്ട്. അത് തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേറെ നോട്ട് തന്നിട്ടുണ്ട്. ആ തന്നിട്ടുള്ള നോട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് ടിഷ്യൂ സിസ്റ്റം ഞാൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. ഇനി എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ആണെങ്കിൽ ട്രൈക്കോംസ്, ബുളിഫോം സെൽസ്, സിലിക്ക സെൽസ് ആൻഡ് കോർക്ക് സെൽസ്. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആണെങ്കിൽ കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്ത്, മെഡിലറി റേസ്, ദെൻ ഫ്ലോയം, സൈലം. ഈ ക്ലാസ് അവൈലബിൾ ആണ്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്താണെന്നും എടുത്ത് ചോദിക്കുന്ന ചാൻസ് കുറവാണ്. എന്നിരുന്നാലും അതിൻ്റെ ഇടയിലായിട്ട് വരുന്ന ക്യൂട്ടിൻ അല്ലെങ്കിൽ ക്യൂട്ടിക്കൽ എന്ന് പറഞ്ഞ ലെയർ, എപ്പിബ്ലെമ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് എപ്പിബ്ലെമ എന്ന് ചോദിക്കാം, വാട്ട് ഈസ് ക്യൂട്ടിക്കൽ ലെയർ എന്ന് ചോദിക്കാം, അങ്ങനെയൊക്കെ ചോദിക്കാം. അത് കൂടാതെ നമുക്ക് ട്രൈക്കോംസ് എന്താണെന്ന് ചോദിക്കാം. ട്രൈക്കോംസിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. എന്നിരുന്നാലും പഠിച്ചു വെച്ചേക്കാം. അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ വേണമെങ്കിൽ ചോദിക്കാം. എക്സാം ടഫ് ആക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ എന്താണ് ട്രൈക്കോംസ് എന്ന് നല്ല രീതിയിൽ പഠിക്കുക. ട്രൈക്കോംസ് എന്താണ്, പിന്നെ ട്രൈക്കോംസിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടല്ലേ, ഫോളിയർ ട്രൈക്കോംസ്, കവറിങ് ഹെയർസ്, അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ ഗ്ലാൻഡുലാർ ആയിട്ടുള്ള ട്രൈക്കോംസിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്, അതൊന്ന് നോക്കി വെച്ചേക്കണം. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നൊന്ന് നോക്കി വെച്ചേക്കാം. ഇനി വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോർഷനാണ് ബുള്ളിഫോം സെൽസ് അല്ലെങ്കിൽ മോട്ടോർ സെൽസ്. ബുള്ളിഫോം സെൽസും അതിൻ്റെ ഫങ്ഷൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ പഠിക്കുക, ഉറപ്പായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ബുള്ളിഫോം സെൽസ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. ഇനി മോട്ടോർ സെൽസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് എഴുതാനുള്ള ഇതുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ് പിന്നെ വരുന്നതാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിൽ നമുക്കുള്ളത് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിൽ നമുക്കുള്ളത് ഫ്ലോയും സൈലോക്കെയാണ്. അപ്പോൾ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് മെഡിലറി വാസ്കുലർ ബണ്ടിൽസിനെ കുറിച്ചൊക്കെ നോക്കുക. പിന്നെ റേഡിയൽ ബണ്ടിൽസ്, കൺജോയിൻറ്റ് ബണ്ടിൽസ് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് ചോദിക്കാം. വേണമെങ്കിൽ സൈലം ഫ്ലോയും അറേഞ്ച്മെൻ്റ് ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ ഇത്രയും എഴുതണം. റേഡിയൽ ബണ്ടിൽസ് എന്താണെന്ന് എഴുതണം, കൺജോയിൻറ്റ് ബണ്ടിൽസ് എന്താണെന്ന് എഴുതണം. പിന്നെ കൺജോയിൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, ദാറ്റ് ഈസ് എന്തൊക്കെയായിട്ടാണ്, കൺജോയിൻറ്റ് കൊളാട്രൽ ഉണ്ട്, അതിൽ തന്നെ കൺജോയിൻറ്റ് കൊളാട്രൽ ഓപ്പണും കൺജോയിൻറ്റ് കൊളാട്രൽ ക്ലോസ്ഡും ഉണ്ട്, ബൈകൊളാട്രൽ ഉണ്ട്, കോൺസെൻട്രിക് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് വിത്ത് ഫിഗറും കൂടെ നല്ല രീതിയിൽ അവിടെ പഠിക്കണം. പിന്നെ വരുന്ന ലാസ്റ്റാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ നമുക്ക് കോർട്ടെക്സ് റീജിയൻസിലുള്ള ഭാഗങ്ങളും പെരിസൈക്കിൾ, പിത്ത് റീജിയൻസിലുള്ള ഭാഗങ്ങളും അവിടുത്തെ പ്രത്യേകതകളൊക്കെയാണ് പഠിക്കുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും അതിനകത്തുള്ള ചില പോയിൻറ്റ്സ് ആണ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. ഞാൻ ഈ തന്നേക്കുന്ന നോട്ട് നല്ല രീതിയിൽ നോക്കുക. കൂടാതെ ടെക്സ്റ്റ് ബുക്ക് ഇതിനപ്പുറം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് ഒരു വട്ടം വായിക്കുക. പിന്നെ കോർട്ടെക്സ് എന്താണെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഹൈപ്പോഡെർമിസ് എന്താണെന്നൊക്കെ 1 മാർക്കിന് വേണമെങ്കിൽ ചോദിച്ചാലും നമുക്ക് അവിടെ എഴുതാനുള്ളൊരിതുണ്ടായിരിക്കണമല്ലോ. പിന്നെ കാസ്പെരിൻ സ്ട്രിപ്സ് ചോദിക്കാം. പെരിസൈക്കിൾ എന്താണെന്ന് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അപ്പോൾ പിത്ത് എന്താണെന്ന് ചോദിക്കാം. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്കത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വട്ടമെങ്കിലും വായിച്ചു വെച്ചേക്കണം. പിന്നെ മീസോഫിൽ ടിഷ്യൂ ഉണ്ട് ലീഫിൽ, അതിൽ ഐസോബയലാട്രൽ എന്താണ്, പിന്നെ ഡോസി വെൻട്രൽ എന്താണ്, പാലിസൈഡ് എന്താണ്, സ്പോഞ്ചി എന്താണ്, അതൊക്കെ നല്ല രീതിയിൽ നോക്കി വെച്ചേക്കാം. അപ്പോൾ ഈ നോട്ട് നിങ്ങൾ നല്ല രീതിയിൽ ടിഷ്യൂ സിസ്റ്റത്തിൻ്റേത് വായിക്കുക, പഠിക്കുക. ഞാൻ പറഞ്ഞ ആ ഫിഗേഴ്സൊക്കെ ഉൾപ്പെടുത്തുക. പിന്നെ കൂടാതെ ഒരു വട്ടം ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രൈമറി സ്ട്രക്ചർ ഓഫ് ഫ്രൂട്ട്, സ്റ്റെം ആൻഡ് ലീഫാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്.
എസ് ആയിട്ട് നമുക്ക് ചോദിക്കുവാണെങ്കിലും ഞാൻ പറഞ്ഞ ആ പോയിന്റ്സ് ഉൾപ്പെടുത്തി അത് കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് അല്ലാതെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ട് ഫിഗേഴ്സും വരയ്ക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു റൂട്ട് സെക്ഷൻ നോക്കാം. റൂട്ട് സെക്ഷനായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ തന്നെ നോട്ടുണ്ട്. റൂട്ടിന് മുമ്പായിട്ട് നമുക്ക് സ്റ്റെം അല്ലേ, അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെം നോക്കാം. സ്റ്റെമ്മിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം പ്രൈമറി സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിലെല്ലാം നമുക്കെല്ലാം ഒരുവിധം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റുകൾ മാത്രം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ചിരുന്നാൽ മതി. കോമൺ ആയിട്ട് നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് സ്റ്റെമ്മും റൂട്ടും എല്ലാം പഠിക്കുമ്പോൾ അവരെ ഡിഫറൻസ് ചെയ്ത് പഠിക്കുന്ന രീതിയിലുള്ള പോയിന്റുകൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കാം. കൂടാതെ ടെക്സ്റ്റ് ബുക്ക് ഒരു വട്ടം ഒന്ന് വായിക്കുക. ആ ഒരു വട്ടം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ എസ് ആയിട്ട് പ്രൈമറി സ്ട്രക്ചർ ഓഫ് സ്റ്റെം റൂട്ട് ആൻഡ് ലീഫ് ചോദിക്കുവാണെങ്കിൽ ഞാൻ തന്ന പോയിന്റ്സ് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് കൂടാതെ ഇലാബറേറ്റ് ചെയ്ത് നിങ്ങൾ ഫിഗറും കൂടി ഉൾപ്പെടുത്തി വേണം വരയ്ക്കാനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്താണ് ഹൈപ്പോകോട്ടിയൽ, എന്താണ് റാഡിക്കൽ, എന്താണ് പ്ലിമ്യൂൾ, എന്താണ് ക്യൂട്ടിക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ കോട്ടെക്സ് എന്താണ്, അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പിന്നെ എൻഡോഡെർമിസ് ഏതാണ്, എവിടെ എൻഡോഡെർമിസ് എന്താണെന്നൊക്കെ പറയുമ്പോൾ ഏത് ലെയർ ആണെന്നൊക്കെ വെച്ചാണ് നമ്മൾ എഴുതാനുള്ളത്. അപ്പോൾ നമ്മൾ എപ്പിഡെർമിസും കോട്ടെക്സും എൻഡോഡെർമിസും പിന്നെ അവിടെ ക്യാമ്പിയത്തിൻ്റെ സ്ട്രക്ചറും എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഡിഫറൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ വാക്കുകളെല്ലാം എന്താണ് എന്നും അത് 1 മാർക്കിന് ചോദിക്കുമ്പോൾ എന്ത് എഴുതണമെന്നും നമ്മൾ പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഞാൻ തന്ന നോട്ട് ബുക്ക് തന്നെ പഠിക്കുക. അതിനുശേഷം എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, ഡൈക്കോട്ട് സ്റ്റെമ്മ് പ്രൈമറി സ്ട്രക്ചർ ഡൈക്കോട്ട് സ്റ്റെമ്മ് വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഫിഗർ ഉൾപ്പെടുത്തേണ്ട ഫിഗർ ഏതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ TS ഓഫ് ടിപ്പിക്കൽ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഒരു എൻലാർജ്ഡ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. മണ്ടേ കൊടുത്തേക്കുന്നതല്ല, താഴെ കൊടുത്തേക്കുന്ന ഒരു എൻലാർജ്ഡ് പോർഷൻ ഉണ്ട്. ആ ഫിഗറാണ് നിങ്ങൾ വരയ്ക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതോ ഒരു ഫിഗറിൻ്റെ ഞാൻ എങ്ങനെ നമ്മൾ വരച്ച് പഠിക്കുക, ആ ഒരു രീതിയിൽ തന്നെ വരച്ച് പഠിക്കണമെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം പഠിക്കുക. അതിനുശേഷം നമുക്ക് മോണോക്കോട്ട് സ്റ്റെം എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഒരു പോർഷനാണ് എടുക്കാനുള്ളത്. അത് നിങ്ങൾ TS ഓഫ് മോണോക്കോട്ട് സ്റ്റെമ്മ് വരയ്ക്കുമ്പോൾ ആ 3 വാസ്കുലർ ബണ്ടിൽസ് ആ ഒരു ഫ്ലോയും ആ ഒരു ഭാഗം വരയ്ക്കേണ്ട. അതായത് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം 3 എണ്ണം വരയ്ക്കേണ്ട. ആ ആദ്യത്തെ ക്യൂട്ടിക്കിളും എപ്പിഡെർമിസും ഹൈപ്പോഡെർമിസും ക്ലോറൻകൈമിക്ക് ശേഷമായിട്ട് നമ്മളുടെ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ വരയ്ക്കുന്ന സമയത്ത് ഒരെണ്ണം വരച്ചാൽ മതി. ആ 3 എണ്ണം വരച്ചേക്കുന്നതേ ഉള്ളൂ. ഒരെണ്ണം വരച്ചിട്ട് അതെല്ലാം എഴുതാൽ മതി, എക്സ്പ്രസ് ചെയ്താൽ മതി. അതെല്ലാത്തിൻ്റെയും ആരോ ഇട്ട് എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അതിൽ ഒരു വാസ്കുലർ സിസ്റ്റം മാത്രം വരച്ചുകൊണ്ട് എഴുതുക. അപ്പോൾ അതാണ് ആ ഒരു മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഫിഗർ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് മോണോക്കോട്ട് സ്റ്റെമ്മും ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ബ്രീഫായിട്ട് നിങ്ങൾക്ക് തന്നേക്കുന്ന ഒരു പോയിൻ്റാണ്. അതിൽ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അല്ലാണ്ട് പറഞ്ഞു തന്നത്. പിന്നെ നമുക്ക് റൂട്ടിൻ്റെ കേസ് വരയ്ക്കുകയാണെങ്കിൽ റൂട്ടിൽ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് പഠിക്കാറുണ്ട്. അതൊക്കെയാണ് ഈ എപ്പിബ്ലെമ, പിലിഫറസ് ലെയർ, റൂട്ട് ഹെയേഴ്സ്, പിന്നെ സ്റ്റീൽ എന്താണ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പോയിൻറ്റ്സ് ഉണ്ട്. എൻഡോബ്ലിമ എന്ന് പറയുന്നത് എൻഡോഡെർമിസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചേക്കണം. പിന്നെ നിങ്ങൾ നമുക്ക് വരയ്ക്കേണ്ട ഫിഗർ ഉണ്ടല്ലോ, മോണോക്കോട്ട് അല്ല ഡൈക്കോട്ട് റൂട്ടിൻ്റെ നിങ്ങൾ വരയ്ക്കേണ്ട ഫിഗർ ആ TS ഓഫ് പ്രൈമറി ഡൈക്കോട്ട് റൂട്ടുണ്ട്, അത് തന്നെ വരച്ചാൽ മതി. പിന്നെ നിങ്ങൾ മോണോക്കോട്ട് റൂട്ട് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ മോണോക്കോട്ട് റൂട്ടിൻ്റെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ടല്ലോ, TS ഓഫ് മോണോക്കോട്ട് റൂട്ട്, അത് വരച്ചാൽ മതി. പിന്നെ കൊളക്കേഷ്യ റൂട്ടും ടൈനോസ്പോറോ റൂട്ടും ഒന്നും പഠിക്കേണ്ട. പിന്നെ മ്യൂസ റൂട്ട് എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതൊന്നും പഠിക്കേണ്ട. മോണോക്കോട്ട് റൂട്ടും ഡൈക്കോട്ട് റൂട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറൻസ് ടെസ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും മാത്രമായിട്ടുള്ള ഡിഫറൻസ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ പഠിക്കുക. പിന്നെ വരുന്നത് ലീഫാണ്. ലീഫിൽ നിങ്ങൾക്കറിയാം ഐസോ ബയലാട്രലും ഡോസി വെൻട്രൽ ലീഫാണ്. ഡൈക്കോട്ട് ലീഫാണെങ്കിൽ ഡോസി വെൻട്രലാണ്, DD എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഡൈക്കോട്ട് ആണെങ്കിൽ ഡോസി വെൻട്രൽ. പിന്നെ ഐസോ ബയലാട്രലാണെങ്കിൽ ഏതായിരിക്കും, മോണോക്കോട്ട് ലീഫായിരിക്കും. പിന്നെ അതിൻ്റെ ഫിഗർ ഡോസി വെൻട്രൽ ലീഫിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള തന്നെ ഫിഗർ വരയ്ക്കുക. മോണോക്കോട്ട് ലീഫാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന തന്നെ ഫിഗർ വരയ്ക്കുക. അതിനുശേഷം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത് സ്റ്റൊമാറ്റ, ബുളിഫോം സെൽസിനെയൊക്കെ കുറിച്ച് എഴുതാനുള്ളതാണ്. അത് നല്ല രീതിയിൽ പഠിക്കുക. സ്റ്റൊമാറ്റ പഠിക്കണം, സ്റ്റൊമാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കണം, സ്റ്റൊമാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ വെച്ചുള്ള ക്ലാസിഫിക്കേഷൻ പഠിക്കുക. സ്റ്റൊമാറ്റയെ കുറിച്ച് നിങ്ങൾ അത്രയും എഴുതണം. സ്റ്റൊമാറ്റ എന്താണെന്ന് ചിലപ്പോൾ 4 മാർക്കിനൊക്കെ ചോദിക്കാം, അതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ പഠിക്കുക. പിന്നെ വേറൊരു 6ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട്, അതെന്ന് പറയുന്നത് വാസ്കുലർ ക്യാമ്പിയമാണ്. വാസ്കുലർ ക്യാമ്പിയം നിങ്ങൾ പഠിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ലൈക്ക് ഇൻ്റർഫാക്സിക്കുലാർ, ഇൻട്രാഫാക്സിക്കുലാർ, അതൊക്കെയാണ്. ക്യാമ്പിയൽ ആക്ടിവിറ്റി നമ്മൾ
സെക്കൻഡറി ഗ്രോത്ത് പഠിക്കുമ്പോൾ, അതായത് നമ്മൾ അനമലസും അല്ലാത്ത സെക്കൻഡറി ഗ്രോത്ത് ഒക്കെ പഠിക്കുന്ന സമയത്തെല്ലാം നമ്മൾ പറയുന്നതാണ്. അല്ലാണ്ട് നിങ്ങൾ റേ ഇൻഷ്യൽസിൻ്റെയും ഫൂസിഫോം ഇൻഷ്യൽസിൻ്റെയും കേസ് ഒക്കെയാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ആ ഒരു പാഠം അങ്ങനെ പഠിക്കേണ്ട. ഗ്രാഫ്റ്റിങ്ങും ബഡിങ്ങും വോണ്ട് ഹീലിംഗ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അതൊന്നും സിലബസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. ആ ചാപ്റ്റർ ബാക്കി പോർഷൻസൊക്കെ നമ്മൾ നോർമൽ സെക്കൻഡറി ഗ്രോത്ത് ഒക്കെ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. ആ ഒരു ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് സിലബസിൽ ആ ചാപ്റ്റർ കൊടുത്തിട്ടില്ല, പക്ഷെ അതിൽ നമുക്കുള്ളത് ക്യാമ്പയിൻ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, സെക്കൻഡറി ഗ്രോത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോർമൽ സെക്കൻഡറി ഗ്രോത്ത് ഓഫ് ഡൈക്കോട്ട് സ്റ്റെമ്മും ഡൈക്കോട്ട് റൂട്ടുമാണ്. നിങ്ങൾക്ക് മോണോക്കോട്ട് സ്റ്റെമ്മ് പഠിക്കാനില്ല, ഡൈക്കോട്ട് സ്റ്റെമ്മും ഡൈക്കോട്ട് റൂട്ടുമാണ് പഠിക്കാനുള്ളത്. അതുകൂടാതെ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ വരുന്ന വെർണോണിയ സ്റ്റെമ്മും യൂപെക്ടോറിയം സ്റ്റെമ്മും ഒന്നും പഠിക്കാനില്ല. ഞാൻ നിങ്ങൾക്ക് തന്ന ആ നോട്ട് മാത്രം നിങ്ങൾ സെക്കൻഡറി ഗ്രോത്തും ഡൈക്കോട്ട് സ്റ്റെമ്മിൽ പഠിച്ചാൽ മതി. ആ നോട്ട് പഠിക്കുക. അതുകൂടാതെ നിങ്ങൾ ഒരു സ്കെച്ച്ഡ് ആയിട്ടുള്ള സെക്കൻഡറി തിക്കണിങ്ങിൻ്റെ ഒരു ഫിഗറും കൂടെ വരയ്ക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്, അതൊന്ന് വരയ്ക്കുക. അത് ക്യാമ്പിയൻ റിംഗ് ഫോർമേഷനും വാസ്കുലർ ക്യാമ്പിയം ആക്ടിവിറ്റിയും സെക്കൻഡറി ടിഷ്യൂസ് ആക്ടിവിറ്റിയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ലാർജർ എസ് ആയിട്ട് ഇത് ചോദിക്കുവാണെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റീസ്, ഈ ഫോർമേഷൻ്റെ ഫിഗേഴ്സ് എല്ലാം വരയ്ക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി നമ്മൾ അവസാനം നിങ്ങൾ വെർണോണിയ സ്റ്റെമ്മിൻ്റെയോ യൂപെക്ടോറിയ സ്റ്റെമ്മിൻ്റെയോ ഒന്നും പഠിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡൈക്കോട്ട് റൂട്ടിലാണെങ്കിലും ആ സെക്കൻഡറി തിക്കണിങ്ങിൻ്റെ ഫിഗർ നിങ്ങൾക്ക് സ്റ്റെപ്പ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വരയ്ക്കുക. അത് വരച്ച് വേണം നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. പിന്നെ അതിനെ പോലെ തന്നെ ടൈനോസ്പോറോ റൂട്ടും ഫൈക്കസ് റൂട്ടും ഒന്നും നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല. പിന്നെ വരുന്നത് വുഡാണ്. വുഡിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞ പോലെ വുഡിൻ്റെ ഒരു നോട്ട് തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഡിഫറൻസ് പഠിക്കണം. പോറസ് വുഡ്, നോൺ പോറസ് വുഡ്, സാപ്പ് വുഡ്, ഹേർട്ട് വുഡ്, റിംഗ് പോറസ് വുഡ്, ഡിഫ്യൂസ് പോറസ് വുഡ് പഠിക്കുക. അതുകൂടാതെ എന്താണ് ഹേർട്ട് വുഡ് എന്ന് മാത്രം എടുത്ത് ചോദിക്കാം, എന്താണ് ഡിഫ്യൂസ് പോറസ് വുഡ് എന്ന് മാത്രം എടുത്തും ചോദിക്കാം. പിന്നെ സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും എന്താണെന്ന് പഠിക്കുക. പിന്നെ വരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ വേർഡായിട്ട് സ്പ്രിംഗ് വുഡ് ഓട്ടം വേർഡ് ആണെങ്കിലും ചോദിക്കാം. അപ്പോൾ നമ്മൾ 1-2 സെൻറ്റൻസ് ചേർത്ത് എഴുതിയാൽ മതി. കൂടാതെ ഗ്രോത്ത് റിങ്സ് എന്താണെന്ന് ചോദിക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഗ്രോത്ത് റിങ്സിൽ തന്നെ ഗ്രോത്ത് റിങ്സ് എന്താണെന്നും ആനുവൽ റിങ്സ് എന്താണെന്നും ഡെൻഡ്രോക്രോണോളജി എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതായിരുന്നു, ആദ്യം തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ടൈലോസസും ടൈലോസോയിഡ്സും. ടൈലോസോയിഡ്സ് ഞാൻ അതിന് എക്സ്പ്ലെയിൻ ചെയ്ത ആ നോട്ടിൽ തന്നെ കിടപ്പുണ്ട്. അതുപോലെ ടൈലോസസ് സൈലത്തിൻ്റെ വോൾസിലുണ്ടാകുന്ന ഈ ടൈലോസസിനെ കുറിച്ച് രണ്ടും ബലൂണിലേക്ക് പ്രൊട്രൂഷൻസ് ആണ് ടൈലോസസും ടൈലോസോയിഡ്സും. ഡിഫറൻസ് ബിറ്റ്വീൻ ടൈലോസസ് ആൻഡ് ടൈലോസോയിഡ്സ് പഠിച്ചു വെച്ചേക്കാം, നോട്ട് ചെയ്ത് വെച്ചു. ഡിഫറൻസ് ബിറ്റ്വീൻ ടൈലോസസ് ആൻഡ് ടൈലോസോയിഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നോട്ട് ഒന്ന്, അതായത് KNOT നോട്ട്സ്. അപ്പോൾ ആ നോട്ട്സും ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടൈലോസസ് ടൈലോസോയിഡ്സ് ആണ്. വേണമെങ്കിൽ നോട്ടായിരിക്കും ഇപ്രാവശ്യം ചോദിക്കുന്നത്. ഒരുപാട് ഇലാബറേറ്റ് ചെയ്തൊന്നും പഠിക്കേണ്ട. ഒരു 4 മാർക്കിൻ്റെ രീതിയിൽ, മാക്സിമം 4 മാർക്കിൻ്റെ രീതിയിൽ പഠിച്ചാൽ മതി. 1-2 മാർക്കിനെ ചോദിക്കുന്നെങ്കിൽ ചോദിക്കത്തുള്ളൂ. പിന്നെ അനമല സെക്കൻഡറി ഗ്രോത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ബോർഹാവേ ഡിഫ്യൂസിയാണ്. ബോർഹാവേ ഡിഫ്യൂസിയിൽ ബോർഹാവേ ഡിഫ്യൂസിയുടെ ഫിഗർ വരയ്ക്കണം. ആ ഫിഗർ നിങ്ങൾ ഡയഗ്രമാറ്റിക് സ്കെച്ച് വരച്ചില്ലെങ്കിലും സെല്ലുലാറായിട്ടുള്ള എല്ലാർജൊരു പോർഷൻ വരച്ച് പഠിച്ചാൽ മതി. വേറെ ഒന്നും നമുക്ക് പഠിക്കാനില്ല. കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും പഠിക്കാനില്ല. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ ഉൾപ്പെടെ പഠിക്കണം. കാരണം essay ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഞാൻ തന്ന നോട്ടും ആ ഒരു ഫിഗറും മാത്രം വരച്ച് വെച്ചാൽ മതി. ഇല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ എഴുതി നിറയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കുള്ള പോയിൻറ്റ്സ് എല്ലാം essay ആയിട്ട് ചോദിച്ചാൽ എഴുതാറിഞ്ഞിരിക്കണം. ഇത്രയാണ് നമുക്ക് ആൻജിയോസ്പേം അനാട്ടമി എന്നൊരു മൊഡ്യൂളിൽ നിന്നും പഠിക്കാനുള്ളത്. ഇനി അടുത്ത റീപ്രൊഡക്റ്റീവ് ബോട്ടണിയിൽ നിങ്ങൾക്കറിയാം മൈക്രോസ്പോറോജെനിസിസ്, മെഗാസ്പോറോജെനിസിസ്, പോളിനേഷൻസ് ഒക്കെ വരുന്ന ഒരു ഭാഗമാണ് റീപ്രൊഡക്റ്റീവ് ബോട്ടണി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് മൈക്രോസ്പോറോജെനിസിസും മെഗാസ്പോറോജെനിസിസും ഫുൾ essay ആയിട്ട് ചോദിക്കും. വാട്ട് ഈസ് മൈക്രോസ്പോറോജെനിസിസ്, മെഗാസ്പോറോജെനിസിസ് essay ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ എല്ലാം എഴുതാം. ഇപ്പോൾ മൈക്രോസ്പോറോജെനിസിസ് ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആ ഒരു പോർഷനിൽ ഫസ്റ്റ് എന്താണ് മൈക്രോസ്പോർസ്, എന്താണ് മൈക്രോസ്പോറോജെനിസിസ് എന്നൊക്കെ ഉള്ള എന്ത് എഴുതണം, ആ ഒരു ഡെഫിനിഷൻസ് എഴുതണം. കൂടാതെ ആർക്കിസ്പോറിയം എന്താണെന്നാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേജ് ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം സ്റ്റേജ് ഉണ്ടല്ലോ, അത് പഠിക്കണം. അതിനുശേഷം ആന്ത്രവോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആന്ത്രവോളിൻ്റെ സെപ്പറേറ്റ് ഉള്ള ഓരോ ലേയേഴ്സും ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. ലേയേഴ്സിൻ്റെ ഫങ്ഷൻസ് ചോദിക്കാം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്ട്രക്ചർ ഓഫ് യങ് ആന്തറിൻ്റെ ആ ഒരു ഫിഗറും കൂടെ പഠിച്ചു വെച്ചേക്കാം. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ സക്സസീവ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഫിഗറും കൂടി പഠിച്ചു വെച്ചേക്കാം. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് ടപ്പീറ്റം ആൻഡ്
ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടപ്പീറ്റം പഠിക്കണം. ആരോ ചോദിച്ചായിരുന്നു അത് വേണോ എന്ന്. പഠിക്കണം, ടപ്പീറ്റം ക്ലാസിഫിക്കേഷൻ പഠിക്കണം ആൻഡ് ആൾസോ ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻസ് പഠിക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ബോട്ടണി പോർഷൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ പഠിക്കുക. പിന്നെ നമുക്ക് സ്പോറോജിനസ് ടിഷ്യൂസിൽ മൈക്രോസ്പോറോജെൻസിസ്, സക്സസീവ് വാൾ ഫോർമേഷനും സൈമൾട്ടേനിയസ് വാൾ ഫോർമേഷനും ഉണ്ട്. അത് നിങ്ങൾ പഠിക്കണം. ആ ഡെവലപ്മെൻറ്റ് ഓഫ് പോളൻ ഗ്രെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സക്സസീവ് വാൾ ഫോർമേഷനും സൈമൾട്ടേനിയസ് വാൾ ഫോർമേഷനുമാണ് എഴുതാനുള്ളത്. വായിച്ച് നോക്കിയാൽ മതി, സിമ്പിളാണ്. ആ ഒരു ഫിഗറും കൂടെ വരച്ച് വെച്ച് നിങ്ങൾ പഠിക്കുക. പിന്നെ വരുന്നത് മൈക്രോസ്പോർ ടെട്രാഡ് അറേഞ്ച്മെൻ്റ് ആണ്, വേണമെങ്കിൽ ചോദിക്കാവുന്നേ ഉള്ളൂ. പിന്നെ എന്താണ് പൊളീനിയം? പൊളീനിയം ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പൊളീനിയം ആൻഡ് ആൾസോ പോളിസ്പോറിയും പൊളീനിയവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് ഫിഗർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം പൊളീനിയം എന്താണെന്ന്. അത് നിങ്ങളുടെ മെച്യൂർ പോളൻ ഗ്രെയിൻസിൻ്റെ ആ ഒരു ടോപ്പിക്കിന് തൊട്ട് മുകളിലായിട്ട് വിത്ത് ഫിഗർ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. പിന്നെ പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ പഠിക്കുക. ഡെഹിസൻസ് ഓഫ് ആന്തർ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഹിസൻസ് ഓഫ് ആന്തറും ഇമ്പോർട്ടൻ്റ് ആണ്. മെച്യൂർ പോളൻ ഗ്രെയിൻസിൻ്റെ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്. ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കുക, അത് നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ വെജിറ്റേറ്റീവ് സെൽസ് ൻ്റെയും പിന്നെ പോളൻ ഗ്രെയിൻസിൻ്റെ വെജിറ്റേറ്റീവ് സെൽസ്, ജനറേറ്റീവ് സെൽസിൻ്റെയൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അതത്രയും ഇലാബറേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സ്വന്തം രീതിയിൽ പഠിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ മൈക്രോസ്പോറോജെൻസിസിലുള്ളത്. ഇനി മെഗാസ്പോറോജെൻസിസ് ആണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒവ്യൂൾസിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. എൽഎസ് ഓഫ് ഒവ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മൾ പഠിക്കേണ്ട എല്ലാ വാക്കുകളും അതിൻ്റെ ഡെഫിനിഷൻസും പഠിക്കണം. ദാറ്റ് ഈസ് റാഫ എന്താണ്, ചലാസ എന്താണ്, ന്യൂസിലസ് എന്താണ്, ഹൈലം എന്താണ്, ദെൻ ഫ്യൂണിക്കുലസ് എന്താണ്, പിന്നെന്താ മൈക്രോബൈൽ എന്താണ്, ചലാസൽ എന്താണ്. അപ്പോൾ ആ ഒരു ഫിഗർ വരയ്ക്കാൻ നമുക്കെല്ലാം അത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. അതെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കാം. നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കാം. ഒവ്യൂൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് ഫിഗർ നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കാം. പിന്നെ വരുന്നത് നമുക്ക് മെഗാസ്പോർ മദർ സെൽസിലെ കൈൻഡ്സ് ഓഫ് മെഗാസ്പോർ മദർ സെൽസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഒക്കെ ഉണ്ട്. ക്രാസി ന്യൂസെല്ലറ്റും ക്രാസി ന്യൂസെല്ലറ്റും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കണം. ക്രാസി ന്യൂസെല്ലറ്റാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോസാക്ക് ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റിൽ പോളിഗോണൽ ടൈപ്പ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വരുന്ന ഓണിത്തറോ ടൈപ്പും അഡോക്സ ടൈപ്പ്, ടെട്രാഫോറിക് ഡെവലപ്മെൻറ്റിൽ അലിയൻ ടൈപ്പ്, ബൈസ്പോറിക് ഡെവലപ്മെൻറ്റ് ഒന്നും പഠിക്കാനില്ല. അതിനകത്ത് നമുക്ക് ആകെ ഉള്ളത് പോളിഗോണൽ ടൈപ്പ് മാത്രമാണ്, അത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ വരുന്നത് എഗ് അപ്പാരറ്റസ് ആണ്. നിങ്ങൾക്കറിയാം ആൻറ്റിബോഡൽസും സെൻട്രൽ സെൽസും എല്ലാം വരുന്നത്, അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. അതിൻ്റെ ഫങ്ഷൻസൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. വേണമെങ്കിൽ അതായിരിക്കും 4 മാർക്കിനായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ ഒരുപാട് പോർഷൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക, അല്ലാതെ വാരി വിളിച്ച് പഠിക്കരുത്. പിന്നെ പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ സെൽഫ് പോളിനേഷൻ എന്താണ്, ക്രോസ് പോളിനേഷൻ എന്താണ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫങ്ഷൻസ്, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ വരുന്നത് നമ്മൾ ഏജൻറ്റ്സ് ഓഫ് ക്രോസ് പോളിനേഷൻ ഉണ്ട്, അത് പഠിക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി. സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി എന്താണെന്ന് ചോദിക്കും. പിന്നെ ഏജൻറ്റ്സ് ഓഫ് ക്രോസ് പോളിനേഷൻ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് അനിമോഫിലി, ഹൈഡ്രോഫിലി, എൻഡമോഫിലി ഒക്കെ പഠിക്കാനുണ്ട്. അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് അനിമോഫിലി എന്താണ്, അതായത് വിൻഡ് പോളിനേഷൻ, ആ ഒരു അഡാപ്റ്റേഷന് വേണ്ട ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ്. ഹൈഡ്രോഫിലി വാട്ടർ പോളിനേഷൻ, ആ ഫ്ലവേഴ്സിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ്. എൻഡമോഫിലി അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ്. അത് മാത്രം മതി. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇപ്പോൾ വാട്ടർ പോളിനേഷൻ ആണെങ്കിൽ വാലിസ്നേറിയ, സ്പൈറാലിസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 1, 2, 3 എന്നും പറഞ്ഞ് പോയിന്റ് ഇട്ടിട്ടില്ലേ, അത് മാത്രം പഠിച്ചാൽ മതി. അഥവാ നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്പർ ഇട്ട് വെച്ചേക്കാം, കാരണം അതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആണ്, നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് പോളിനേഷൻ എന്താണ്, അതായത് വിൻഡ് പോളിനേഷൻ, അനിമോഫിലിയും വാട്ടർ പോളിനേഷനും ഒക്കെ എന്താണ് എന്നും അതിൻ്റെ ക്യാരക്ടേഴ്സ്, ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് ഇൻസെക്ട് പോളിനേഷൻ എന്ന് എഴുതിയാലും ആ ഇൻസെക്ട് പോളിനേഷൻ എന്താണെന്ന് എഴുതുക, പിന്നെ അതിൻ്റെ ആ ഒരു അഡാപ്റ്റേഷൻ്റെ ക്യാരക്ടേഴ്സും എഴുതുക. അത്രമാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഏതാണെങ്കിലും സ്നേക്ക് പോളിനേഷൻ ഉണ്ട്, ഓർണിത്തോഫിലി ഉണ്ട്, അപ്പോൾ അത് നല്ല രീതിയിൽ പഠിക്കുക. കാരണം സ്നെയിൽ പോളിനേഷൻ അല്ലെങ്കിൽ മാലക്കോഫിലി ഏതാണ് പോളിനേഷൻ എന്ന് വേണമെങ്കിൽ 1 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ബോട്ടണിയുടെ കേസിൽ നിങ്ങൾ 1 മാർക്ക് പോയിന്റ് കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ നോക്കി വെച്ചേക്കണം. ബാക്കിയൊക്കെ ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള നോട്ട്സൊക്കെ എഴുതിയാൽ മതി. അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കത്തുള്ളൂ, ഭയങ്കര ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും ചോദിക്കത്തില്ല. പോളൻ ജെർമിനേഷനും പഠിക്കുക, ഫെർട്ടിലൈസേഷനും പഠിക്കുക. ഇതൊക്കെ നമ്മൾ +1 +2 പഠിച്ചിട്ടുള്ളതാണ്. കൂടുതൽ എക്സ്പ്ലനേഷനുണ്ട്, ഒരു ആവശ്യമില്ല. എൻട്രി ഓഫ് പോളൻ ട്യൂബിലെയും തലാസഗമയും
മീസോഗമി പോറോഗമി പഠിക്കണം. കൂടാതെ എൻട്രി ഓഫ് പോളൻ ട്യൂബിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ പോർഷൻ ഉണ്ട്. ആ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് പഠിക്കാൻ 4 മാർക്കിന് ചിലപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ തുടക്കം തൊട്ട് പോളിനേഷനിൽ അത് വന്ന് അതായത് നമ്മുടെ പോളൻ ജെർമിനേഷൻ മാർക്ക് അനുസരിച്ച് പോളൻ ജെർമിനേഷൻ, പോളൻ സ്റ്റിഗ്മ ഇൻ്ററാക്ഷൻ തൊട്ട് പിന്നീട് ഫെർട്ടിലൈസേഷൻ എഴുതി പോളൻ ട്യൂബ് എൻ്റർ എഴുതി ഡബിൾ ഫെർട്ടിലൈസേഷനെ ക്ലോസ് ചെയ്യാനായിട്ട് നോക്കുക, ശ്രമിക്കുക. അങ്ങനെയൊക്കെ വേണം എഴുതാനായിട്ട്. ഷോർട്ട് എസ്സേ ടൈപ്പ് ആണെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് രീതിയിൽ നിങ്ങൾ എഴുതുക. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് സ്റ്റൈലർ ഇൻഹിബിഷനും സ്റ്റിഗ്മ സെൽ സർഫസ് ഇൻഹിബിഷനും ഒന്നും പഠിക്കേണ്ട. പിന്നെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഉണ്ട്, അത് നിങ്ങൾ നോക്കുക. അത് നിങ്ങൾക്ക് അറിയാം, സീഡ് കോട്ടും പെരികാർപ്പും ഫ്രൂട്ട്സിൻ്റെയും പിന്നെന്താ ഓവ്യൂൾസും ഓവറിയും എന്നൊക്കെ എന്താണ് ആവുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിലെ പഠിക്കുന്ന പോർഷൻസ് ആണ്, അത് നിങ്ങൾ പഠിക്കുക. പിന്നെ എംബ്രിയോ ഡെവലപ്മെൻറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് എംബ്രിയോയുടെ ക്യാപ്സുല ടൈപ്പ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നിങ്ങൾ പഠിക്കുക. ക്യാപ്സുല ടൈപ്പ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് നിങ്ങൾ പഠിക്കണം. അതിനകത്ത് ക്യാപ്സുല ടൈപ്പിൽ ആ ഒരു ഫിഗർ ഉൾപ്പെടെയായിട്ട് പഠിക്കുക. അഥവാ ഈ ക്യാപ്സുല ടൈപ്പ് ഞാൻ നോക്കട്ടെ, വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. ഇപ്പോൾ ക്യാപ്സുല ടൈപ്പിൻ്റെ എംബ്രിയോ സൈക്കിൾ ഡെവലപ്മെൻറ്റ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം. നമുക്ക് നോക്കാം. ഞാൻ വേറൊരു പോർഷനായിട്ട് ക്യാപ്സുല ടൈപ്പ് ഇടാം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ക്യാപ്സുല ടൈപ്പ് വേണമെങ്കിൽ നമുക്കൊരു ക്ലാസ് ആയിട്ട് ഇടാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടോട്ടലി ഓവറാൾ ഒരു ഈ ഒരു ബോട്ടണി കോംപ്ലിമെൻ്ററി കോഴ്സ് ബോട്ടണി, മൈക്രോടെക്നിക്, ആൻജിയോസ്പേം അനാട്ടമി, റീപ്രൊഡക്റ്റീവ് ബോട്ടണി എന്ന 3 മൊഡ്യൂൾസ് ഉള്ള ഈ ഒരു പോർഷൻ എന്ന് പറയും, ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ എന്തൊക്കെ പഠിക്കണമെന്ന്. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ പോർഷൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്, എങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുമെന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോട്ട്സ് എല്ലാം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. 3-4 ദിവസം കൊണ്ടൊക്കെ നമുക്ക് തീർക്കാവുന്ന പോർഷൻസേ ഉള്ളൂ. ആദ്യമൊക്കെ ആ നോട്ട്സൊക്കെ ഒരുവിധമൊക്കെ പഠിച്ചവർക്കാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു സോ മച്ച്. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. ബൈ.